സൈലം SSC RRB എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോയിന്റ്മെന്റ്സ് ആണ്. നമുക്കറിയാം ഇപ്പൊ SSC CGL എക്സാം വരാൻ പോകുന്നുണ്ട്, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം വരാൻ പോകുന്നുണ്ട്. ഈ എക്സാംസിനെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ അപ്പോയിന്റ്മെന്റ്സ് വിത്ത് കോഡ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ മെമ്മറി ട്രിക്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം തന്നെ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാം. റെഡി? അപ്പൊ നമ്മുടെ സൈലം റെയിൽവേസ് അവതരിപ്പിക്കുന്നത് നമ്മുടെ RRB റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് RRB റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ജീവിതയാത്ര ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന എല്ലാ എക്സാംസിനും വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതിനായി സൈലം റെയിൽവേസ് അവതരിപ്പിക്കുന്നു RRB റെഗുലർ ബാച്ച്. 3999 ആണ് ബാച്ച് ഫീ എന്ന് പറയുന്നത്. ഡെയിലി 450+ അവേഴ്സ് ഓഫ് ലൈവ് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 2 to 3 hours ആണ് ഡെയിലി ക്ലാസ്സുകൾ. 5 to 6 days ആയിരിക്കും വീക്ക്ലി ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ റെയിൽവേയിൽ ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 2026 വരാൻ പോകുന്ന റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന എല്ലാ എക്സാംസിനും നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന രീതിയിലാണ് ഈ കോഴ്സുകൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ ജോയിൻ ചെയ്യുക നമ്മുടെ RRB റെഗുലർ ബാച്ചിലേക്ക്. ഓക്കെ, ഇനി കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫെയർസ് വിത്ത് അനു എന്നാണ് ഈ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. ഇതിൽ ഡെയിലി പോൾസ്, ക്യൂസസ്, ഹിന്ദു ന്യൂസ് പേപ്പറിൽ വരുന്ന ന്യൂസുകളുടെ ക്രക്സ് എല്ലാം തന്നെ നമ്മുടെ ഈ ചാനലിൽ ലഭിക്കുന്നതാണ്. സോ എല്ലാവരും എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. കറണ്ട് അഫെയർസ് വിത്ത് അനു എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് നോക്കാം. വി നാരായണൻ അപ്പോയിന്റഡ് ആസ് എ ന്യൂ ഇസ്രോ ചീഫ്. ISROയുടെ പുതിയ ചീഫായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളാണ് വി നാരായണൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് മുന്നേ S സോമനാഥ് ആയിരുന്നു ഇസ്രോന്റെ ചീഫ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആരാണ്? വി നാരായണനാണ്. അപ്പൊ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് അല്ലെ ഇസ്രോ എന്ന് പറയുന്നത്. സോ സ്പേസ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നാരായണ എന്ന് ആലോചിക്കാം. നമുക്ക് നമ്മുടെ നാരദനെ ആലോചിക്കാം, നാരദൻ വഴി നാരായണ എന്ന് ആലോചിക്കാം. സ്പേസ് ആണ് അല്ലെ. സോ സ്പേസിൽ നാരായണ എന്ന് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഫായിസ് അഹമ്മദ് കിഡുവായി അപ്പോയിന്റഡ് ആസ് DGCA, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഫായിസ് അഹമ്മദ് കിഡുവായി, ഡയറക്ടർ ജനറൽ ഓഫ് DGCA. ആരാണ്? ഫായിസ് അഹമ്മദ് കിഡുവായി. നിങ്ങൾ ആലോചിക്കുക, സിവിൽ ഏവിയേഷൻ ആണ് അല്ലെ. ഈ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാം? കിടുവായിട്ട് വ്യൂസ് കാണാം. അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുന്ന യാത്ര കിടുവാണ് എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഡയറക്ടർ ജനറൽ ഓഫ് DGCA ഒരു കിടുവായി ആണ് എന്ന് ആലോചിക്കാം. ഫായിസ് അഹമ്മദ് കിഡുവായി. ഇനി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അശുതോഷ് അഗ്നിഹോത്രി ആണ്. ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഇപ്പൊ നോ ഫ്യൂവൽ കുക്കിംഗ് അല്ലെങ്കിൽ നോ ഫയർ കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഫേവറേറ്റ് ചിക്കൻ ഒക്കെ കുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അഗ്നി വേണം അല്ലെ. അശുതോഷ് അഗ്നിഹോത്രി. അപ്പൊ അഗ്നിഹോത്രി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഫുഡ് കുക്ക് ചെയ്യണമെങ്കിൽ അഗ്നി വേണമെന്ന് ആലോചിക്കുക. ഡയറക്ടർ ജനറൽ ഓഫ് DGCA ഫായിസ് അഹമ്മദ് കിഡുവായിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റിലെ യാത്ര, അല്ലെങ്കിൽ കിഡു വ്യൂസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, അരവിന്ദ് ശ്രീവാസ്തവ എന്താണ്? സെക്രട്ടറി ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിലെ സെക്രട്ടറി ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. സെക്രട്ടറി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ആരാണ്? അരവിന്ദ് ശ്രീവാസ്തവ. സോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആണല്ലേ. സോ നമുക്ക് അരവിന്ദ് ശ്രീവാസ്തവയാണ്. ചില ആൾക്കാർ വസ്തു വാങ്ങിച്ച് വീട് വെക്കുമ്പോൾ എന്ത് നോക്കാറുണ്ട്? വാസ്തു നോക്കാറുണ്ട് അല്ലെ. അരവിന്ദ് ശ്രീവാസ്തവ. അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ സ്ഥലത്തിനെ കുറിച്ചുള്ള വാസ്തവങ്ങൾ അന്വേഷിക്കാറുണ്ട്. വാസ്തവ അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 1/2 ഏക്കർ വസ്തു എന്ന് ആലോചിച്ചോളൂ. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. 1/2 ഏക്കർ വസ്തു എന്ന് ആലോചിക്കാം. അരവിന്ദ് ശ്രീവാസ്തവ.
നെക്സ്റ്റ് വിനീത് ജോഷി എന്താണ്? ഹയർ എഡ്യൂക്കേഷന്റെ സെക്രട്ടറി ആണ്. സെക്രട്ടറി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആണ് വിനീത് ജോഷി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാ ബിഹേവ് ചെയ്യുക? ഭയങ്കര വിനീതമായിട്ടാണ് ബിഹേവ് ചെയ്യുക അല്ലെ, വിനീത് ജോഷി. അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം എങ്ങനെയാണ്, നമ്മുടെ സ്കൂളിൽ നമ്മുടെ 10ാം ക്ലാസ് വരെ നമുക്കില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് എൻജോയ്മെന്റ് ആണ് നമുക്ക് +2 മുതൽ ലഭിക്കുന്നത് അല്ലെ. +2, ഡിഗ്രി, PG ഈ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ ലൈഫിന്റെ ഒരു ജോഷുള്ള കാലഘട്ടമാണ് അല്ലെ, നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള കാലമാണ് എന്നായിരിക്കാം. സോ സെക്രട്ടറി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിനീത് ജോഷി, നമ്മൾ ജോഷാണ് എന്ന് ഓർത്താൽ മതി. CRPFന്റെ ഡയറക്ടർ ജനറൽ ആണ് ഗ്യാനേന്ദ്ര പ്രതാപ്. ഗ്യാനേന്ദ്ര പ്രതാപ് ആണ് CRPFന്റെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ് CRPF എന്ന് പറയുന്നത്. സോ CRPFന്റെ ഡയറക്ടർ ജനറൽ ആണ് ഗ്യാനേന്ദ്ര പ്രതാപ് അല്ലെ. ഭയങ്കര പ്രതാപമുള്ള ആൾക്കാരൊക്കെ എന്ത് വേണം? അവർക്ക് എപ്പോഴും സെന്റർ ഓഫ് അട്രാക്ഷൻ ആവണം അല്ലെ. സോ ഗ്യാനേന്ദ്ര പ്രതാപ് CRPFന്റെ ഡയറക്ടർ ജനറൽ ആണ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആണ് ഗ്യാനേന്ദ്ര പ്രതാപ് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ അവർക്ക് എപ്പോഴും സെന്റർ ഓഫ് അട്രാക്ഷൻ ആവണം എന്ന് ആലോചിച്ചാൽ മതി. ഗ്യാനേന്ദ്ര പ്രതാപമുള്ളവരെല്ലായ്പ്പോഴും എന്താ പറയാ? എനിക്ക് സെന്റർ ആവണം, എനിക്ക് സെന്റർ ഓഫ് അട്രാക്ഷൻ ആവണം എന്നാണ് അവർ പറയുക. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടേറിയറ്റ് ഓഫ് ഇന്ത്യ ഓൺ സൺഡേ. ധനഞ്ജയ് ശുക്ലയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടേറിയറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടേറിയറ്റ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആരാണ്? ധനഞ്ജയ് ശുക്ല. നമ്മൾ എന്തിനാണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്? പൈസ ഉണ്ടാക്കാനാണ് അല്ലെ, ധനം ഉണ്ടാക്കാനാണ് എന്ന് ഓർത്താൽ മതി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടേറിയറ്റ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആരാണ്? ധനഞ്ജയ് ശുക്ലയാണ്. അപ്പൊ ധനം ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ധനഞ്ജയ് ശുക്ല. നെക്സ്റ്റ് എന്താണ്? സഞ്ജീവ് രഞ്ജൻ എന്താണ്? ഇന്ത്യൻ റിം അസോസിയേഷന്റെ സെക്രട്ടറി ആണ് സഞ്ജീവ് രഞ്ജൻ. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ കേട്ടോ, ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ ആണ്. അപ്പൊ ഓഷ്യൻ ആണ് അല്ലെ. ഇന്ത്യൻ ഓഷ്യനിൽ നിറയെ സഞ്ചികളാണ് എന്ന് ഓർത്താൽ മതി. ഓഷ്യൻസ് ഒക്കെ പൊല്യൂട്ടഡ് ആണ് അല്ലെ. സോ ഇന്ത്യൻ ഓഷ്യനിൽ ഫുൾ സഞ്ചിയാണ് എന്ന് ഓർത്തോളൂ, ഫുള്ള് മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷന്റെ സെക്രട്ടറി ജനറൽ ആണ് സഞ്ജീവ് രഞ്ജൻ. ഇനി ഭുവനേഷ് കുമാർ UIDAI യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് UIDAI എന്ന് പറയുന്നത്. UIDAIയുടെ CEO ആണ് ഭുവനേഷ് കുമാർ. ഭൂമിയിലുള്ളത് മൊത്തം ഉഡായിപ്പ് ആൾക്കാരാണ് എന്ന് ഓർത്തോളൂ. UIDAI ആണ് അല്ലെ. UIDAI ആണ്. യുഡൈ നമുക്ക് ആലോചിക്കാം. ഭൂവിൽ മൊത്തം ഉഡായിപ്പാണ് ഭുവനേഷ് കുമാർ. ഭൂവിൽ മൊത്തം ഉഡായിപ്പാണ് എന്ന് ഓർത്താൽ മതി. ഉഡായിപ്പ് ഓക്കെ. UIDAI ഭൂവിൽ മൊത്തം ഉഡായിപ്പ് ആൾക്കാരാണെന്ന് ഓർത്തോളൂ. ഇനി അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പൊ അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് അസോച്ചം എന്ന് പറയുന്നത്. അപ്പോ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് മണിയാണ് അല്ലെ. സോ അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് മനീഷ് സിംഗൽ ആണ്. നെക്സ്റ്റ് ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. ICMRന്റെ പുതിയ ചീഫ് ഭാരതി കുൽക്കർണിയാണ്. അപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ന്യൂട്രീഷൻ തരുന്ന ഫുഡ്, മെഡിസിൻ ഇതൊക്കെ നമ്മൾ കുലുക്കിയിട്ടാണ് കഴിക്കുക അല്ലെ. ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് എന്ന് കാണാം. സോ കുലുക്കർണി നമ്മൾ കുലുക്കിയിട്ടാണ് കുടിക്കുക അല്ലെ. അപ്പൊ ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ്. സോ കുലുക്കിയിട്ടാണ് നമ്മൾ കുടിക്കുക. ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് നമ്മൾ ആലോചിക്കുക. സോ പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ പുതിയ ചീഫ് ആരാണ്? ഭാരതി കുൽക്കർണി.
ഓക്കെ, അപ്പോ ഇപ്പൊ കഴിഞ്ഞ NTPC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഇത്. ദാറ്റ് ഇസ് സഞ്ജീവ് ഖന്ന 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം റിട്ടയർഡ് ആയതിന്റെ ഭാഗമായി 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയി സ്ഥാനമേറ്റ ആളാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി അല്ലെങ്കിൽ BR ഗവായി. ഭൂഷൺ രാമകൃഷ്ണ ഗവായി അല്ലെങ്കിൽ BR ഗവായി. നിങ്ങൾ ആലോചിക്കാം, ഇപ്പൊ ചീഫ് ജസ്റ്റിസ് ആണല്ലേ. ഇപ്പൊ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആവുമ്പോൾ ഇച്ചിരി ഗമയുണ്ട് എന്നോർത്തോളൂ. ഗവായി ആണല്ലേ, ഇച്ചിരി ഗമയൊക്കെ ആയി സെറ്റപ്പ് ആയിട്ടാണ് പോവുക എന്ന് ഓർക്കുക. ഭൂഷൺ രാമകൃഷ്ണ ഗവായി, BR ഗവായി. റെഡി ആണല്ലോ. അപ്പോ ചീഫ് ജസ്റ്റിസ് 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി, ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഇനി 23ാമത് ലോ കമ്മീഷൻ ആരാണ്? 23ാമത് ലോ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ദിനേശ് മഹേശ്വരിയാണ്. ദിനേശ് മഹേശ്വരി. നിങ്ങൾക്കറിയാം, നരസിംഹൻ സിനിമയില് മമ്മൂട്ടിന്റെ പേരെന്താ? നിപ്പോ മോനെ ദിനേശ എന്ന് പറയുന്നുണ്ട് അല്ലെ. സോ മമ്മൂട്ടിന്റെ പേരെന്താണ്? ദിനേശൻ എന്നാണ് അല്ലെ. സോ വക്കീലാണ് മമ്മൂട്ടി അല്ലെ. അപ്പൊ മമ്മൂട്ടി ദിനേശൻ വക്കീലിനെ നമുക്ക് ആലോചിക്കാം. ദിനേശ് മഹേശ്വരിയാണ് 23ാമത് ലോ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഡയറക്ടർ ജനറൽ ഓഫ് ഐക്കർ എന്ന് പറയുന്നത് മങ്കൈലാൽ ജത്ത്. അപ്പോ ഡയറക്ടർ ജനറൽ ഓഫ് ഐക്കർ ആണല്ലേ. ഐക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. അപ്പൊ അഗ്രികൾച്ചറിൽ കൃഷി നശിപ്പിക്കുന്ന ഒരു സാധനമാണ് മങ്കി എന്ന് പറയുന്നത് അല്ലെ. മങ്കൈലാൽ ജത്ത് ആണ് ഡയറക്ടർ ജനറൽ. സോ നമുക്കിത് മങ്കി എന്ന് വായിക്കാം. മങ്കി കൃഷി നശിപ്പിക്കുന്നത് നമുക്ക് ആലോചിക്കാം അല്ലെ. ഫുള്ള് സാധനവും എന്ത് ചെയ്യും? നമ്മൾ സാധാരണ പറയാറുണ്ട് കൊരങ്ങന്മാരുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഒന്നും നന്നാവില്ല എന്ന്. കാരണം എന്തെങ്കിലും ഉണ്ടാകുമ്പോഴത്തേക്കും പറിച്ചങ്ങോട്ട് തിന്നു അല്ലെ. സോ മങ്കൈലാൽ ജത്ത് ആണ് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്നത്. മങ്കി പേരക്കയും ചക്കയും മാങ്ങയും ഒക്കെ തിന്നുന്നത് നമുക്ക് ആലോചിക്കാം. ഇനി ന്യൂ ചെയർപേഴ്സൺ ഓഫ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി PFRDA ന്യൂ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ശിവസുബ്രഹ്മണ്യൻ രാമൻ. നമുക്കറിയാം, ആൾക്കാർക്ക് ഇങ്ങനെ വയസ്സാകും തോറും കുറച്ച് സ്പിരിച്വൽ ആവും അല്ലെ, ഭക്തിയൊക്കെ വരും. ശിവനെയും സുബ്രഹ്മണ്യനെയും രാമനെയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ആലോചിക്കുക. ശിവസുബ്രഹ്മണ്യൻ രാമൻ. ഭയങ്കര വയസ്സൊക്കെ ഉറവൊക്കെ ആകുമ്പോൾ ഫുൾ ചിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷെ വയസ്സ് കൂടുന്തോറും കുറച്ച് ഭയവും ഭക്തിയും ഒക്കെ വന്ന ഫുൾ പ്രാർത്ഥനയാണ് അല്ലെ, ഭജന. ശിവസുബ്രഹ്മണ്യൻ രാമൻ. ഓക്കെ, നികുഞ്ച ബിഹാരി ധല്ലാണ് മിനിസ്ട്രി ഓഫ് പാർലമെന്റ് അഫയേഴ്സിന്റെ പുതിയ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പുതിയ RBI ഡെപ്യൂട്ടി ഗവർണർ ആണ് പൂനം ഗുപ്ത. അങ്ങനെയാണെങ്കിൽ RBI ഗവർണർ ആരാണ് എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോറി. RBIയുടെ കറന്റ് ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്രസിഡന്റ് ആൻഡ് COO ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആരാണ്? അതായത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ COO ആയിട്ട് വരുന്ന ഫസ്റ്റ് വുമൺ കൂടെയാണ്. സോ TCSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്രസിഡന്റ് ആൻഡ് COO എന്ന് പറയുന്നത് ആരതി സുബ്രഹ്മണ്യൻ ആണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിയുന്ന BTech കഴിയുന്ന ഒരാൾക്ക് ആർത്തിയാണ് TCSൽ കിട്ടാനെന്ന് ആലോചിക്കാം. TCSൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടാൻ ആർത്തിയാണ് എന്ന് ആലോചിക്കുക. ആർത്തിയാണ്. ഓക്കെ, എനിക്ക് വേണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. സോ ആർത്തിയാണ്. ആർത്തി സുബ്രഹ്മണ്യനാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് റോളിൽ നിന്നും ക്ലോസ് ഷ്വാബ് റിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ്, CIFEJയുടെ പ്രസിഡന്റ് ആയിട്ട്, അതായത് CIFEJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ഓഫ് ഫിലിംസ് ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ആണ് CIFEJ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് ജിതേന്ദ്ര മിശ്രേനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ യങ് പീപ്പിൾസിനും ചിൽഡ്രൻസിനും വേണ്ടിയിട്ടുള്ള ഫിലിംസിന് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ സെന്റർ ആണ് അല്ലെ. സോ യങ് പീപ്പിൾസിനും ചിൽഡ്രൻസിനും ഒക്കെ ഒരു മിശ്രമായ സിനിമയോടുള്ള ഇതാണ് അല്ലെ. ചില ആൾക്കാർക്ക് ആക്ഷൻ സിനിമയായിരിക്കും, ചിലർക്ക് ഫാമിലി മൂവി ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക്
ഭയങ്കര ഫൈറ്റ് ഒക്കെയുള്ള ആക്ഷനാണ്, ചില ആൾക്കാർക്ക് കോമഡിയാണ് ഇഷ്ടം. അങ്ങനെ എല്ലാവർക്കും ഒരു മിശ്ര അഭിപ്രായമാണ് എന്ന് ആലോചിക്കുക. CIFEJ, സെന്റർ ഓഫ് ഫിലിംസ് ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ. ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തിരിക്കുന്നത് ജിതേന്ദ്ര മിശ്ര. ഇനി കൃതി സാനൻ ആണ് എന്തെന്ന് പറയുന്നത്. Kriti Sanon rocked in as Dream Technologies first Indian brand ambassador. Dream Technologyയുടെ ബ്രാൻഡ് അംബാസിഡർ കൃതി സാനൻ ആണ്. ഇനി തെലങ്കാന അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ന്യൂ ചീഫ് സെക്രട്ടറി K. രാമകൃഷ്ണ റാവു ആണെന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, who has been appointed as executive chairman of National Legal Service Authority of India? സൂര്യകാന്ത് ആണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന് പറയുന്നത് സൂര്യകാന്ത് ആണ് എന്നുള്ള കാര്യം നോക്കുക. UPSCന്റെ പുതിയ ചെയർമാൻ ആരാണ്? UPSCന്റെ പുതിയ ചെയർമാൻ ആണ് അജയ് കുമാർ. UPSC എക്സാം എഴുതുമ്പോൾ നമ്മളെല്ലാവരും UPSC എക്സാം എഴുതുന്ന ആസ്പിറൻസ് എല്ലാവരും എന്താ വിചാരിക്കാം? അയ്യോ ജയിക്കണേ എന്നാണ് അല്ലെ. ദാറ്റ് ഈസ് അജയ് കുമാർ. ഇനി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് എന്താണ്? അലോക് ജോഷിയാണ്. നമ്മുടെ ലോകത്തിന്റെ സെക്യൂരിറ്റിയാണ് നമ്മുടെ ജോഷ് എന്ന് പറയുന്നത് അല്ലെ. സെക്വയർ ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്നതാണ് നമുക്ക് ജോഷ്, സന്തോഷം തരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? അലോക് ജോഷി. ലോകത്ത് ജോഷ് വേണമെങ്കിൽ എന്ത് വേണം? ആ ലോകത്തൊരു സെക്യൂരിറ്റി വേണം അല്ലെ. അലോക് ജോഷി. 35ാമത് ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി ആണ് എന്നുള്ള കാര്യം നോക്കുക. ഇനി ഫസ്റ്റ് ആഫ്രിക്കൻ ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആവുന്ന ഫസ്റ്റ് വനിത അല്ലെങ്കിൽ ഫസ്റ്റ് ആഫ്രിക്കൻ വനിത എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആരെയാണ്? ക്രിസ്റ്റി കോവൻട്രി ആണ്. ഇവര് സിംബാബ്വേയുടെ സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പൊ എന്താണ്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ്. നെക്സ്റ്റ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ് അല്ലെ. ഗ്യാനേഷ് കുമാർ. ഇലക്ഷൻ ആവുന്ന സമയത്ത് നമുക്കറിയാം ഫുൾ പാരഡി പാട്ടാണ് അല്ലെ. വോട്ട് ചെയ്യൂ ഇന്ന ആൾക്കാർക്ക് ഇന്ന അടയാളത്തിൽ വോട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പാരഡി സോങ്സ് എന്താണ്? പാരഡി ഗാനങ്ങൾ നമ്മുടെ ഇലക്ഷൻ സമയത്ത് വൈറലാണ് അല്ലെ. ഇപ്പൊ ഞാൻ പേരും പാർട്ടിയും ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇന്ന അടയാളത്തിൽ വോട്ട് ചെയ്യൂ എന്നൊക്കെ നമ്മൾ തന്നെ കേട്ടിട്ടുള്ളതാണ്. സോ ഇലക്ഷൻ കമ്മീഷണർ ഗാനം അല്ലെ. ഇലക്ഷന്റെ സമയത്ത് ഗാനങ്ങൾ, പാരഡി ഗാനങ്ങളെ ഓർക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാരഡി ഗാനം ഓർത്താൽ മതി. സോ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ഇലക്ഷൻ കമ്മീഷണറും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ് ഉണ്ടാവുക അല്ലെ. അങ്ങനെയാണെങ്കിൽ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ സെലക്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഹു ഹാസ് ബീൻ റീ ഇലക്റ്റഡ് ആസ് ദി ചെയർമാൻ ഓഫ് ബാർ കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? മനൻ കുമാർ മിശ്രയാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി 2 ഓഫ് PM മോദി. പ്രിൻസിപ്പൽ സെക്രട്ടറി 1 എന്ന് പറയുന്നത് പ്രമോദ് കുമാർ മിശ്രയാണ്. RBI ഗവർണർ ആയിരുന്ന ശക്തികാന്ത് ദാസ് ആണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ നല്ല ശക്തിയുള്ള ആളാവണം. സോ ശക്തികാന്ത് ദാസിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു. ഓക്കെ, ശക്തികാന്ത് ദാസ്. 11th ചെയർപേഴ്സൺ ഓഫ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ 11th ചെയർപേഴ്സൺ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. ന്യൂ ഫിനാൻസ് സെക്രട്ടറി, ഇന്ത്യയുടെ പുതിയ ഫിനാൻസ് സെക്രട്ടറി ആരാണ്? അജയ് സേട്ടുമാര് അല്ലെ. സേട്ടുമാരെ ആലോചിച്ചാൽ മതി. പുതിയ ഫിനാൻസ് സെക്രട്ടറി എന്ന് പറയുന്ന ആരാണ്? അജയ് സേത്ത്. അപ്പൊ നിങ്ങൾക്ക് ഈ മണി, പൈസ എന്നൊക്കെ പറയുമ്പോൾ സേട്ട് എന്ന് നമുക്ക് ആലോചിക്കാം അല്ലെ. സേട്ട് അജയ് സേത്ത് ഓർക്കുക. NHRCയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ്?
വി രാമസുബ്രഹ്മണ്യനാണ്. NHRCയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്പോയിൻമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോഡുകളെല്ലാം ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടത് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ബൈ, സീ യു.